എത്രയോ പേർ ഗവൺമെന്റ് സർവീസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. അതിലൊരു വർഗീയവാദി അല്ലെങ്കിൽ വർഗീയത ഉള്ള ആരെങ്കിലും അതിൽ കടന്നുകൂടിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ലവ് ജിഹാദി എന്നത് കേന്ദ്രവും അതുപോലെ തന്നെ കേരളവും അതിന്റെ അന്വേഷണത്തിലൊടുവിൽ തള്ളിക്കളഞ്ഞതാണ് എന്നുള്ളതും നമുക്ക് ഓരോ ആളുകൾക്കും അറിയാം. എന്നിട്ടും ഒരു രാജ്യത്തിന്റെ പോലീസ് തലപ്പത്ത് പ്രവർത്തിക്കുകയും ഒരുപാട് കാലം ഈ രാജ്യത്തിന് അവരുടേതായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു വനിതാ ഉദ്യോഗസ്ഥ, പേര് നിങ്ങൾക്കൊക്കെ അറിയാം, ശ്രീലേഖ IPS എന്നാണ് അവരുടെ പേര്. അവർ കഴിഞ്ഞ ദിവസം ലവ് ജിഹാദിനെ കുറിച്ച് ഒരു മുഖാമുഖം പരിപാടിയിൽ അവർ നടത്തിയ ഒരു മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾക്ക് മറുപടിയായിക്കൊണ്ട് ബഹുമാന്യനായ ഉസ്താദ് അൻസാരി അവർകൾ കൊടുത്ത മറുപടിയും ഒന്ന് നമുക്ക് കേൾക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച്, ചില മദ്രസകൾ കേന്ദ്രീകരിച്ച്, എല്ലാമല്ല ചിലതാണ്, അത് അവർ തിരഞ്ഞെടുത്ത് അവർ തന്നെ ഇതൊരു ഡയറക്ട് ചെയ്ത് സിനിമ എടുക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് തോന്നുന്നത്. കാണാൻ കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലേക്ക് പോലെ ചിട്ടകൾ നടത്തി. നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളുടെ ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ വച്ച് കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ കൊടുക്കുകയും ചെയ്യുന്നത്. നല്ല രൂപ കൊടുക്കും, ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത്. ഈ പൈസയൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാശിങ്ങനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ആൺകുട്ടികളെ, മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ, നല്ല കാണാൻ ഭംഗിയുള്ള സുന്ദരന്മാരായിട്ടുള്ള ആൺകുട്ടികളെ അവർ റിക്രൂട്ട് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്? എവിടുന്നാണ് മേഡം നിങ്ങൾക്ക് ഈ കണക്ക് കിട്ടുന്നത്? എന്തായാലും ശ്ലാഘനീയമാണ്, വളരെ സ്നേഹം തോന്നുന്നു. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ മുസ്ലിമീങ്ങളെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങൾ വളരെ സമ്പന്നരാന്നുള്ള സന്തോഷമുണ്ട്. ഞങ്ങൾ എന്തിനെല്ലാം പൈസ ചെലവഴിക്കണം ആലോചിച്ച് നോക്കിയേ. എന്തായാലും മേഡം പറഞ്ഞത് അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് എന്റെ കയ്യിരിക്കുന്ന ഈ ഫയലുണ്ട്, ഇതിനകത്ത് 3 അപേക്ഷയാണ്. 2 പേര് കാഞ്ഞിരപ്പള്ളിക്കാരും ഒരാൾ ഈ സമീപത്തുള്ളവരും. 2 പേര് ക്രൈസ്തവ സഹോദരങ്ങളിൽപ്പെട്ട ആളുകളും വേറൊരാൾ ഇവിടെ അടുത്തുള്ള ഒരു ഹൈന്ദവ സഹോദരനാണ്. ഇവർ 2 പേരുടെ ആവശ്യം ചികിത്സാർത്ഥം അവർക്ക് പണം വേണം. അപ്പൊ ഞാൻ അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഇതിന് ഫണ്ട് കണ്ടെത്തണം, ഞങ്ങളുടെ കമ്മിറ്റി കണ്ടെത്തണം. പോരാ, പള്ളിയുടെ നിത്യവൃത്തിക്ക് വേണ്ടി, ഞങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടി, അതുപോലെ തന്നെ പരിപാലനത്തിന് വേണ്ടി, പള്ളിയുടെ മെയിന്റനൻസിന് വേണ്ടി ഈ ഇടവകയിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ മഹലിൽ ജീവിക്കുന്ന ആളുകൾ, അവരുടെ ക്ഷേമകാര്യങ്ങൾക്ക് പണം കണ്ടെത്തണം. ഇതിനെല്ലാം ഞങ്ങൾ മുസ്ലിമീങ്ങൾ പണം കണ്ടെത്തുന്ന കൂട്ടത്തിൽ വല്ല സമുദായത്തിൽപ്പെട്ട വലിയ പ്രതീക്ഷയിൽ വലിയ സ്വപ്നം കണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ട അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പെണ്ണിനെ ഒരുത്തന്നെ അടിച്ചുകൊണ്ടിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനും പള്ളി കമ്മിറ്റി ഫണ്ട് കൊടുക്കണം, പിന്നെ അവന്റെ മാസപ്പടി കൊടുക്കണം, പിന്നെ അവന്റെ ട്രൗസറിന് പൈസ കൊടുക്കണം, പിന്നെ എന്തിനൊക്കെ കൊടുക്കണം. മേഡം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സാധാരണക്കാരിയായ ഒരു പെണ്ണല്ല. നിങ്ങൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ്. നിങ്ങളൊക്കെ ആ വിദ്യാഭ്യാസത്തിന്റെ ആ ക്വാളിറ്റി നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും കാണിക്കും. ഇവിടുത്തെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ജേക്കബ് ന്യൂസ് പോലും ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമഗ്രമായി സബ്മിറ്റ് ചെയ്ത വിഷയമാണ്. ലവ് ജിഹാദ് ഇല്ല, അത്തരം പരാതികൾ വന്നിട്ടില്ല എന്ന് പൂർണ്ണമായി അറിയുന്ന നിങ്ങളെപ്പോലുള്ള ഒരാൾ എങ്ങനെയാണ് ഈ നിരുത്തരവാദിത്തപരമായിട്ട് ഈ അഭിപ്രായം പറയുക? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങള് മാപ്പിളമാരാണ്. എന്താണ് ഈ മാപ്പിളമാരെന്ന് പറഞ്ഞാൽ? പഴയ കാലത്ത് ശൂദ്രന്മാരിൽ ഒരു വിഭാഗത്തെ വിളിച്ച പേരാണ് പിള്ള എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, രാമസ്വാമി നായ്ക്കറാണെങ്കിലും സഹോദരൻ അയ്യപ്പനാണെങ്കിലും അയ്യങ്കാളിയൊക്കെ അവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു. അക്കാലത്ത് ധാരാളം ആളുകൾ പിള്ളമാർ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. അവരെ ബഹുമാന സൂചകമായി പിള്ള, അവർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ പിള്ള, പിന്നെ അത് ലോപിച്ച് മാപ്പിളയാണ് ഒരഭിപ്രായം ഞാൻ പറയുന്നത്. അന്ന് ആളുകളെ ഇങ്ങനെ യഥേഷ്ടം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, പ്രലോഭിച്ചു കൊണ്ടുവരാൻ ആരുടെ കയ്യിലും സമ്പത്തില്ലല്ലോ. അന്ന് സമ്പത്തിന്റെ നല്ലൊരു ശതമാനം നാട്ടുരാജാക്കന്മാരുടെ കയ്യിലാണ്. അവനവന് തന്നെ തിന്നാനും കുടിക്കാനും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഇസ്ലാമിലേക്ക് ഒഴുകിയത്? ഒരു നിമിഷം ചിന്തിക്കാൻ വേണ്ടി പറയാം മേഡത്തിന്. എന്തായിരിക്കും ഒഴുകിയത്? മനുഷ്യർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. പട്ടിയും പൂച്ചയും ഇഴജന്തുക്കളും ഇഴഞ്ഞു നടക്കുന്ന വഴിയിലൂടെ പച്ചയായ മനുഷ്യന് നടക്കാൻ സാധ്യമല്ലാത്ത, വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യൻ നടക്കാൻ സാധ്യമല്ലാത്ത, മുട്ടിന്റെ മുകളിൽ മുണ്ടുടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, എന്തിനേറെ ഉപ്പെന്ന് പറയാൻ പാടില്ല, ഉളിച്ചതെന്ന് പറയണം, ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ദളിതനായ മനുഷ്യനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയ 19ാം നൂറ്റാണ്ടിലെ കേരള ചരിത്രം എന്ന ഭാസ്കരനുടെ പുസ്തകം വായിച്ചു. ഈ നാടാണ്. ഈ നാട്ടിൽ മനുഷ്യൻ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി മനുഷ്യൻ മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് പോയിട്ടുണ്ട്, ഇസ്ലാമിലേക്കും പോയിട്ടുണ്ട്, ക്രൈസ്തവതയിലേക്കും പോയിട്ടുണ്ട്.
അങ്ങനെ തിന്നാനും കുടിക്കാനും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഇസ്ലാം മതം സ്വീകരിച്ചത്? അവർക്ക് എന്തെങ്കിലും പ്രലോഭനം ഉണ്ടായിരുന്നു? സമ്പത്ത് വല്ലതും കിട്ടുമായിരുന്നു? ഇസ്ലാമിന് ഒരിക്കലും ഒരു മനുഷ്യന്റെ ബോഡിയല്ല വേണ്ടത്, ഇസ്ലാമിന് മനസ്സാ വേണ്ടത്. വിശ്വാസത്തോട് കൂടി വരുന്നവനാ മുസൽമാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം പോയി ഇങ്ങനെ പെണ്ണ് കെട്ടി ഒരുത്തിനെ ചാടിച്ചുകൊണ്ട് വന്നാൽ ഉടനെ അതെടുത്ത് കശത്ത് വെക്കുക, അത് ആഘോഷിക്കുക, ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല. അങ്ങനെ പല ആളുകളും കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇതിവിടെ മാത്രമാണ്. ഇതൊക്കെ ലവ് ജിഹാദാണെങ്കിൽ ഒരാള് പ്രേമത്തിന്റെ പേരിൽ ഒരു പെണ്ണെ വിളിച്ചുകൊണ്ട് വന്നു, ഏത് മതക്കാരൊക്കെ ഉണ്ട്, അത് മുസ്ലിം ആകുമ്പോൾ ലവ് ജിഹാദാണെങ്കിൽ മേഡത്തോട് വളരെ ബഹുമാനത്തോട് ചോദിക്കാനുള്ളത് ഇതേത് ജിഹാദാണ്? ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിക്കുകയാണ്. ഇതേത് ജിഹാദാണെന്ന് ബഹുമാന പുരസ്സരം അങ്ങോട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. ാവുമായി സുഫൈല ഒളിച്ചോടി. മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ടതായിരുന്നു അരുൺദാസിനെ. അരുൺദാസിനെ വിവാഹം ചെയ്തപ്പോൾ സുഫൈല മതം മാറി ശ്വേത എന്ന ഹിന്ദു പെൺകുട്ടിയായി. പലതവണ പോലീസ് സ്റ്റേഷനിൽ അവൾക്ക് കയറിയിറങ്ങേണ്ടി വന്നു. ഒടുവിൽ പോലീസിന്റെ ഒത്തുതീർപ്പിന് വഴങ്ങി കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവ് അവളെ ഒരു ലോഡ്ജ് മുറിയിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. ഇനിയിപ്പോ മേഡത്തിന്റെ ഒരു സംശയം എന്താ? അവക്ക് ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, അവള് സിറിയനൊന്നും പോയി പൊട്ടിത്തെറിച്ചില്ലല്ലോ, അവള് മനുഷ്യ ബോംബായില്ലല്ലോ എന്നല്ലേ പറയാനുള്ളത്. എന്നാൽ മനുഷ്യ ബോംബായിട്ടില്ല, സിറിയ പോയി പൊട്ടിത്തെറിച്ചിട്ടില്ല, ഒന്നുമില്ല. ഈ നാട്ടിൽ വെച്ച് തന്നെ കയറെടുത്ത ചില പെൺകുട്ടികളുണ്ട്. അവരുടെ പേര് നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് മേഡം ഒന്ന് വിലയിരുത്ത് ഇതേത് തരം ജിഹാദാണ്. കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചു കുടുംബത്തിലെ വീട്ടമ്മ മരിച്ചു. സുൽത്താൻ ബത്തേരി കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന കുടുംബത്തിലെ വീട്ടമ്മ മരിച്ചു. കോളിയാടി സ്കൂൾ കുന്നത്ത് വിജയകുമാറിന്റെ ഭാര്യ മെഹർനിസ എന്ന നിഷ 26. മെഹർനിസയിൽ നിന്ന് നിഷയിലേക്ക് പരിവർത്തനപ്പെടുത്തിയ ആര്? നേരത്തെ പറഞ്ഞ വിജയകുമാർ. ഇന്നവര് മണ്ണൂരിലാണ്, ഭൂമിക്കടിയിലാണ്. ഇത് ഏത് തരം ജിഹാദാണ് മേഡം? ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരൂ. ഒരു വാർത്ത കൂടെ വയ്ക്കാം. ഭർത്താവിന്റെ ബന്ധുവിനൊപ്പം ഒളിച്ചോടി യുവതി തൂങ്ങി മരിച്ച നിലയിൽ. കോട്ടായി ഭർത്താവിന്റെ ബന്ധുവിനൊപ്പം ഒളിച്ചോടി യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് നാട്ടുകൽ പട്ടംതൊടി മൊയ്തീന്റെ മകൾ റസീനയാണ് 26 കോട്ടായിലെ ഭർത്താവിന്റെ ബന്ധുവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 8 വർഷം മുമ്പ് നാട്ടുകളിൽ ലോറി ഡ്രൈവറായ ശൈലേന്ദ്രനൊപ്പം ഒളിച്ചോടിയതായിരുന്നു റസീന. ശൈലേന്ദ്രനോടൊപ്പം ഒളിച്ചോടിയതായിരുന്നു റസീന. ഇതൊക്കെ ഏത് ജിഹാദിൽപ്പെടും? ഞങ്ങൾ ഇതൊക്കെ പുച്ഛിച്ചു തള്ളലാം. കാരണം ഈ പ്രേമത്തിന് ഒരു വികാരമേ ഉള്ളൂ, അത് മതപരമായ വികാരമല്ല, പ്രേമം എന്ന ഒരു വികാരം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത്, അത് മുസൽമാനോടൊപ്പം ഓടുമ്പം അതിന് മതകീയമായ ഒരു വികാരം ഉണ്ടെന്ന. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മേഡം, നിങ്ങളൊക്കെ ഒരു നിലവാരത്തിൽ സംസാരിക്കണം, ഒരു ക്വാളിറ്റിയിൽ സംസാരിക്കണം. വിദ്യാഭ്യാസത്തിന്റെ ആ മഹത്വവും ക്വാളിറ്റിയും നിങ്ങളുടെയൊക്കെ വാക്കണം. അല്ല, നിങ്ങളോട് നമുക്കൊരു വിരോധമില്ല. നമ്മുടെ നാട്ടിൽ സമാധാനം വേണം. ഞങ്ങൾക്കും സമാധാനത്തോട് ജീവിക്കണം, നിങ്ങൾക്ക് സമാധാനത്തോട് ജീവിക്കണം. അതല്ലേ വേണ്ടത്? അസ്വസ്ഥപ്പെട്ടാൽ നമ്മളെല്ലാവരും അസ്വസ്ഥപ്പെടും. ഏകപക്ഷീയമായി ഒരു വിഭാഗം മാത്രം അസ്വസ്ഥപ്പെടുന്ന ഒരു കാര്യം നമ്മൾ വിചാരിക്കേണ്ട. ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ അസ്വസ്ഥപ്പെടുത്താനെങ്കിലും നിങ്ങളൊന്ന് അസ്വസ്ഥപ്പെടണ്ടേ? വേണ്ടേ? അതും വേണ്ട. നിങ്ങളായിട്ട് സമാധാനത്തിരിക്കണം, ഞങ്ങളായിട്ട് സമാധാനത്തിരിക്കണം. പരസ്പരം വൈര്യമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നമ്മുടെ വായിന്ന് വരാൻ പാടില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റിക്കൂടെ? ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഇതുവരെയൊക്കെ പറഞ്ഞുകൂടെ? ഞങ്ങൾ പറയൂല. കാരണം എന്തറിയോ? വിശുദ്ധമായ ഖുർആൻ ഞങ്ങളോട് പറഞ്ഞത് വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാണോ പ്രവാചകരെ എന്ന് ചോദിച്ചത്. സമൂഹത്തോട് ചോദിക്കാൻ പറഞ്ഞു. ഒരിക്കലുമല്ല. വിവരമുള്ളവൻ അതിന്റെ ക്വാളിറ്റി പക്വതയൊക്കെ കാണിക്കണം. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളൊക്കെ ഞങ്ങളെക്കാൾ എത്ര വിദ്യാഭ്യാസപരമായി ഔന്നത്യത്തിരിക്കുന്ന ആളുകളാ. നിങ്ങളുടെ വായിതൊക്കെ വരെ ഈ വർത്താനം കേട്ടിട്ട് അത്ഭുതം വരികയാണ്. സ്ക്രാച്ച് ആൻഡ് മിന്നിലൂടെയൊക്കെയാണോ ഇത് കിട്ടിയെന്ന് തോന്നിപ്പോവും. ഈ സ്ഥാനങ്ങളൊക്കെ മനുഷ്യന്റെ നിലവാരം, ചില ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുള്ള പ്രത്യേകതയാണ്. ചില ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നാൽ ഈ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ട് വെറും ഒരു ചപ്പും ചവറുമായി പോകും. അങ്ങനത്തെ വർത്താനം പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മേഡത്തോട് ബഹുമാനത്തോട് പറയാണ്, ഇതൊന്നും മതകീയമായ മുഖമല്ല. ഇതിനൊക്കെ അവനവന്റെ വൈകാരിക തലം, അവനവന്റെ മോഹങ്ങളും ഇഷ്ടങ്ങളും മാത്രമേ ഇതിന്റെ പിന്നിലുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാടിനു വേണ്ടി നല്ലത് പറയാം, നല്ലത് പ്രവർത്തിക്കാം.